ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജ്യോതമ്മ, കൈരളി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പളാണ്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ടൈപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഒരു കീബോർഡ് എങ്ങനെയെല്ലാം നമ്മൾ അക്ഷരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ വീടുകളിലും കമ്പ്യൂട്ടർ കാണത്തില്ല, കീബോർഡ് കാണത്തില്ല, ഒന്നുമില്ല. അപ്പം നമുക്ക് എങ്ങനെ ഒരു ചെപ്പടി വിദ്യ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ഇങ്ങനെ എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷം നമ്മൾ ASDFGHJKL സെമിക്കോളം ഇങ്ങനെ ഒരു കോളം നമ്മൾ ആദ്യം ഇതേപോലെ ഈ കോളം ഇതേപോലെ നമ്മൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മളെന്താണ് ഇത് ഒന്നാമത്തെ വിരലാണ്. ഇത് 1 2 3 4 4. പിന്നെ അത് കഴിഞ്ഞ് സ്പേസാണ്. ഇവിടെ സ്പേസ് തട്ടിയതിന് ശേഷം പിന്നെ 1 2 3 4 4 അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ A ഒന്നാമത്തെ വിരൽ, S രണ്ടാമത്തെ വിരൽ, D മൂന്നാമത്തെ വിരൽ, F നാലാമത്തെ വിരൽ, പിന്നെ G നാലാമത്തെ വിരൽ, F നാലാമത്തെ വിരൽ, ഇങ്ങനെ വരും സ്പേസ്. അതിനുശേഷം സെമിക്കോളം LKJHJ ഇങ്ങനെയാണ് വരേണ്ടത്. സെമിക്കോളം LKJHJ തിരിച്ചു തരും. അങ്ങനെ നമുക്കൊരു നമുക്കത് ചെയ്യാൻ പറ്റും. അത് പ്രായപരിധിയില്ല, കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് വരച്ച ഈ ചാർട്ട് തയ്യാറാക്കിയാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഫിംഗറിങ് പ്ലേസ്മെൻ്റാണിത്. അപ്പോൾ നമുക്ക് പിന്നെ വേർഡുകളൊക്കെ ഇതിൽ വേർഡും അടിക്കാം. ASDFGF ഇതിൻ്റെ ചാർട്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് ഇത് നല്ലൊരു 10 ദിവസമെങ്കിലും നിങ്ങളിത് നല്ലപോലെ കാണാതെ തന്നെ അത് ആദ്യം കണ്ടടിക്കണം. സൈറ്റ് മെത്തേഡും ടച്ച് മെത്തേഡും എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യം നമ്മൾ നോക്കിയടിക്കണം. പിന്നെ രണ്ടാമത് അത് പ്രാക്ടീസ് ആകുമ്പോൾ എന്താണ് നോക്കാതെ നമ്മളിതിൽ നോക്കി പെട്ടെന്ന് നമുക്ക് ASDFGF സ്പേസ് സെമിക്കോളം LKJHJ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഉള്ള ഒന്നാണ് അത്. നമുക്ക് പിന്നെ ഇത് നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് ഞാൻ ഇതിൻ്റെ മാറ്ററിലാണ് ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ക്ലോസ് അപ്പ് ഷോട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളിതാ ഇതേപോലെ തന്നെ ഇത് ചെയ്യണം. കീബോർഡ് ലേഔട്ടാണ്, ഫിംഗർ പ്ലേസ്. അപ്പം ഇതേപോലെ ASDFGF കഴിഞ്ഞതിന് ശേഷം സെമിക്കോളം LKJHJ ASDFGF സ്പേസ് സെമിക്കോളം LKJHJ. അപ്പം ഓരോന്നിൻ്റെയും അക്ഷരങ്ങൾ അനുസരിച്ച് ഞാൻ അതിൻ്റെ ആ വിരലിൻ്റെ ഇത് 1 2 3 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് ഞങ്ങൾ അടിച്ച് പ്രാക്ടീസ് ആവണം. 5 ദിവസമെങ്കിലും ഇത് അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇട്ട് തരാം. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കമ്പ്യൂട്ടർ പഠിക്കുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ വീട്ടിൽ കമ്പ്യൂട്ടർ കാണും, അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകും. എന്നാലും നമുക്ക് ഇതേ ചാർട്ടിൽ മെത്തേഡ് തയ്യാറാക്കി നമുക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് വർക്കുകളൊക്കെ ചെയ്യാൻ കഴിയും. ഇത് വേർഡ് പ്രോസസ്സിങ്ങിന് നല്ല എളുപ്പമുള്ള ഒരു കാര്യമാണ്. അത് കൊച്ചു കുട്ടികൾ മുതൽ നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് ആകുമ്പോൾ ആ കുട്ടികൾക്ക് നല്ല ഒരു ടച്ച് കിട്ടും. കമ്പ്യൂട്ടറും ടൈപ്പ് റൈറ്റിംഗൊക്കെ നല്ലപോലെ പഠിച്ചെടുക്കാൻ ഇത് സാധിക്കും.